ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചേച്ചിക്ക് തയ്ക്കാൻ കൊടുക്കാനുള്ള ബ്ലൗസ് ഒരെണ്ണം നാൻസി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ചേച്ചിക്ക് അടുത്തത് നല്ലൊരു പണിയാണ് തരാനാണ്. ചേച്ചിനെ കാണിച്ചാ പേരെന്നെ ബിന്ദുവാ. അമ്മ പറഞ്ഞായിരുന്നു അത് ഞങ്ങൾ ശരിക്കും മറന്നതല്ലേ പേര് ചോദിക്കാൻ. അപ്പൊ പേര് ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് തരണ്ടേ? അറിഞ്ഞ പുറഞ്ഞ ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും. എന്തൊക്കെ ചെയ്യാനറിയാം? എല്ലാം ചെയ്യാനറിയാം. എല്ലാം ചെയ്യാനറിയാം. ജോർജിക്ക് തയ്ക്കാം. പിന്നെന്താ? ഒരു ടോപ്പ് തയ്ക്കാൻ എത്ര നേരം വേണം? 2 മണിക്കൂർ മതി. ശരിക്കും നമ്മുടെ ടോപ്പ് തയ്ക്കാൻ അത്ര മതി. ഈ വക അലക്കുലത്ത് പരിപാടിയൊന്നും അവിടെ ഇല്ല. ഒരു അല്ല കഴുത്തല്ല, ഒരു വട്ടക്കഴുത്ത്, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു അത് പരിപാടി കഴിഞ്ഞ് ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേഷൻ. അതെ, എന്ന് പറയണ പോലെ ഞങ്ങൾക്കൊക്കെ അത്രേ ഉള്ളൂ. നാട്ടുമ്പുറത്തെ പരിപാടി അത്രേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരാളെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. അപ്പോൾ നമുക്ക് പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട്, ബിന്ദു ചേച്ചി. കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ആൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഉടുപ്പ്. അത് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡൊക്കെ എടുത്ത് വലിയ കാര്യത്തെ സെറ്റ് ചെയ്തിരിക്കുവാണ്. എവിടെ ഇട്ട് നാൻസിയെ ഇടയ്ക്ക് ഇതിലമ്പഴി പാസ് ചെയ്ത് പോയപ്പോഴാണ് നീ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം സ്ക്രീനിലില്ല, നിന്നെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണെന്നാണിത്. ഇപ്പം കിട്ടുന്നുണ്ട്. ഈ പൊസിഷനിൽ നിന്ന് മാറ്റായിരുന്നു കേട്ടോ. അത്ര മുഖ്യം കിട്ടത്തില്ല. ഇവിടെ കാണിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുട്ടിന്റെ ഒരു ലെവലിൽ കാണിച്ചാലേ കിട്ടുള്ളൂ. ഒരുപാട് പേര് എംബ്രോയ്ഡറിയുടെ വീഡിയോ ഒക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നിനും നേരെയില്ല കേട്ടോ. നേരെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വീഡിയോ ആക്കി നമ്മൾ ഇട്ടാനേ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പാടില്ല. ഇതിങ്ങനെ നമ്മുടെ സ്പൈഡർ വെബ് എന്ന് പറയും കൊണ്ട് ഇത് ഭയങ്കര സിമ്പിൾ പൂവാണ്. ഏറ്റവും കണ്ണുപൊട്ടി ചെയ്യാൻ പറ്റുന്നൊരു പൂവാണ് ഇത്. നമ്മൾ എന്തോരം വലിപ്പമുള്ള പൂവാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടത്തിൽ നിന്ന് നമ്മളൊരു 5 ഒറ്റസംഖ്യ ആയിരിക്കണം, 5 അല്ലെങ്കിൽ 7 ഇതേപോലെ നൂലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പോകുക. അപ്പോൾ നമുക്ക് ദേഷ്യം വരെ സമാധാനം ഓർമ്മ നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെ 5 സൈഡിൽ നിന്നും, അതായത് ഇരട്ടസംഖ്യ പാടില്ല, ഒറ്റസംഖ്യയിൽ നമ്മളിങ്ങനെ ഇപ്പം 5 എണ്ണം ഞാൻ എടുത്തേക്കുന്നത് സെൻറ്ററിലോട്ട് കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ ഓരോന്നേ ഇങ്ങനെ കയറ്റി വന്നാൽ മതി. ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്തപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കയറ്റുക. എന്നിട്ട് അടുത്തതിൽ കയറ്റരുത്, തൊട്ട് അപ്പുറത്തതിൽ കയറ്റണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ അതിൽ കയറ്റിയില്ല, അവിടെ ഒരെണ്ണം വിട്ടിട്ടുണ്ട്, എന്നിട്ട് അടുത്തതിനാണ് കയറ്റിയത്. അങ്ങനെ ആദ്യമേ കാണുമ്പോൾ വലിയൊരു ഭംഗിയൊന്നും ഈ പൂവിന് തോന്നില്ലെങ്കിലും ചെയ്ത് കഴിയാൻ നേരത്ത് റോസാപ്പൂ പോലെ ഇരിക്കും. എളുപ്പമുള്ളൊരു പൂവാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടമാണ്. ഈ പൂ നല്ല ഭംഗിയാണ്. ഉടുപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല രസമാണ്, കുഞ്ഞു പിള്ളേരുടെ എല്ലാം. എന്നിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകണോ ആ കാലുകളെല്ലാം മറഞ്ഞു കഴിയണം. നമ്മൾ ഈ ത്രെഡിൻ്റെ ഇതുകൊണ്ട് മറഞ്ഞു കഴിയാൻ നേരത്ത് നമുക്ക് അടിയിൽ കെട്ടിട്ടെടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള പൂവാണ്. പിന്നെ കുറച്ച് മുത്തുകളും പവിഴങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് കൊടുത്ത് ഭംഗിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അതവിടെ വെച്ചിട്ട് കടയിൽ പോകും, അത്യാവശ്യമായിട്ട് കത്രിക വേണം, നമ്മൾ പുതിയ ചേച്ചിക്ക് കത്രിക വേണം, ടേപ്പ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം. അപ്പോൾ ഞാൻ പകുതിക്ക് ഫുള്ള് ഫില്ലാക്കി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തിയിട്ട് ഞാൻ കത്രിക വാങ്ങാൻ വേണ്ടി പോകും കേട്ടോ. 3 പൂവേ ഞാൻ ചെയ്യുന്നുള്ള ത്രെഡിൻ്റെത്. ബാക്കി എന്തെങ്കിലും നമുക്ക് തൊങ്ങൽ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നാൻസി ഒരു ബ്ലൗസ്, ഇത് നമ്മുടെ ധന്യ ചേച്ചി തയ്ക്കേണ്ടതാണ്, ചേച്ചിക്ക് ഈ വർക്ക് വന്നിട്ട് തയ്ക്കാൻ പറ്റുന്നില്ല, 2-3 കട്ട് ബീഡ് പൊട്ടിപ്പോയി. അപ്പോൾ നാൻസി അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുവാണ്. കഴുത്തങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ ബാക്കി പുള്ളിക്കാർ ചെയ്തോളും. വൈകുന്നേരം വരുവാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഉച്ചയ്ക്ക് തരൂലേ? ഇതിന് കുറച്ച് പണിയല്ലോ, കൈ പിടിപ്പിക്കണം. ഇതിപ്പോൾ തരും ഒരു 5 മണി. 5 മണിയാകുമ്പോൾ ആളിവിടെ വരും. ഇത് തിരുവനന്തപുരത്ത് ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഡോക്ടറിൻ്റെ ബ്ലൗസാണ്. ആളെന്തോരം തപ്പി പിടിച്ചാന്നറിയാമോ ഈ ബ്ലൗസ് ഇവിടെ കൊണ്ട് തന്നപ്പോഴത്തേക്ക് നാൻസി ഉണ്ടായിരുന്നില്ല. ഞാനാണ് അളവെടുത്തത്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. ഈശ്വര ഇത് എന്താകുമെന്ന് ഓർത്തിട്ട്. ആൾക്ക് രണ്ട് ബ്ലൗസ് അളവ് കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ ഇത്തിരി പ്രശ്നമുള്ള ബ്ലൗസായിരുന്നു. ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇതിന് വരാൻ പാടില്ല. അതാണ് ആളെ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം. പേടിപ്പിക്കാതിരി, എങ്ങനെയെങ്കിലും തയ്ക്കട്ടെ. നമ്മളിങ്ങനെ തയ്ക്കണം കണ്ട. അവിടെ വെച്ച് നമ്മൾ പൊട്ടിക്കാൻ നോക്ക്. ശരിയായില്ലേ? പക്ഷെ ഇത് കഴുത്ത് വെക്കുമ്പോ എങ്ങനെ എടുക്കാതെ തന്നെ കറക്കി എടുക്കണ്ടേ? എനിക്കറിയത്തില്ല.
നിർദ്ദേശം കൊടുക്കാൻ മാത്രം അറിയണം. കൂട്ടി കഴിയുമ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു തരാന്നല്ലേ. ഇതൊന്നും എങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കാം. ഇതിന്റെ കഷ്ടപ്പാടറിയില്ല. അപ്പോൾ അവരവിടെ അത് തയ്ച്ചുകൊണ്ടിരിക്കുവാണ്. ആ നേരത്തെ ഞാൻ വേഗം കടയിലോട്ട് വന്നിട്ട് നമുക്ക് ടേപ്പൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ പുതിയ ചേച്ചിക്ക് വേണ്ടിയിട്ട്. കത്രികയ്ക്കാണ് ഇവിടെ ഇടിയാണ്. നമുക്ക് ഉണ്ടായിരുന്നൊരു കത്രിക നാൻസി താഴത്ത് വീണപ്പോഴത്തേക്കും അത് നാശമായിപ്പോയി. അത് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, മുറിയുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ലൈനിങ് വേണമായിരുന്നു. ഈ ലൈനിങ്ങുകളൊക്കെ എടുത്തു. ഒരു കത്രിക നമ്മളെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് കുറേ പേര് ചോദിക്കുന്നു. ROC എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ആണ് സൈസ്. നേരത്തെ നാൻസിക്ക് 11 ആയിരുന്നു. അത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വലിയ വെയിറ്റ് ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്. നാൻസി ഒരു കൊടൂര മനസ്സിനുടമയാണ്. ഇതൊന്നും മറിച്ചു തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. ക്രൂരയാണ്. വന്നില്ലല്ലേടി ഇത്. ഇതിനൊരു ഉപകരണം ഉണ്ടല്ലോ, നല്ലതാണ്. അതെ, എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കൊക്കെ പറയുന്നത്? പരിവം കണ്ടിയ ആൾക്കാര് ഒരാള് വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചതാ. വള്ളിയുടെ 2 അറ്റത്തും കൊണ്ടുപോയതാണ്. എങ്ങനെ ഇരിക്കണം ഇപ്പൊ? രാവിലെ മുതലേ ബ്ലൗസ് പണി തന്നോണ്ടിരിക്കുകയല്ലേ. ഈ ആഴ്ച ഫുള്ള് അഴിച്ചു പണിയാണ്. സഹകരിക്കണില്ലല്ലേ ചേച്ചീനോട്? ആള് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ധൃതിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയത്തെ ഇടങ്ങേറ് പണികളുണ്ടാകും കേട്ടോ. പക്ഷെ അന്ന് വന്നില്ലായിരുന്നു, പിറ്റേ ദിവസമാണ് വന്നത്. അതുകൊണ്ട് സമാധാനപരമായിട്ട് കൊളുത്ത് ഹൂക്കൊക്കെ പിടിപ്പിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ നാൻസ് വൈകുന്നേരം ഒന്ന് ഈ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കപ്പലൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ബാറുണ്ട്, ഈശ്വരി ബാറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി അപ്പം വാങ്ങിച്ചിട്ട് വന്നത്. ഇത്രയും ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റുള്ള കപ്പലണ്ടി ആയിരുന്നു. ഇങ്ങനെ മത്തുള്ള കപ്പലണ്ടി ഒന്നുമായിരുന്നു, നല്ല ടേസ്റ്റുള്ള കുഞ്ഞ് സൈസുള്ള കപ്പലണ്ടി ഇല്ലേ, അതായിരുന്നു കേട്ടോ. അപ്പം നാൻസിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കപ്പലണ്ടി. നല്ല എരിവുണ്ട്, അത് കള്ളുകുടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് എനിക്കാണെങ്കിൽ ഈ കൊഴുക്കട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാനത് പുഴുങ്ങാൻ വെച്ചിട്ടാണ് ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്. കൊഴുക്കട്ട സ്പൂൺ എന്ത് ചെയ്യാ കഴിച്ചോ? ഒരെണ്ണം തരാം കേട്ടാ. വേണ ആന്റി വായി വെച്ച് തരാം. ചൂട് പോട്ടെ. ഇതാരാ ഉണ്ടാക്കിയ? ആരാ ഉണ്ടാക്കിയാരാ? തിന്നുന്നാണാ? ഇത് ഉണ്ടാക്കിയത് ആരാന്ന് പറ. എന്നിട്ട് അമ്മയ്ക്ക് തരൂലേ? ഇച്ചിരി തരുവോ? അതൊന്നുമല്ല, അതുതാ. ഇത് കൊടുത്തേക്കാം അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇതാണ് അമ്മയ്ക്ക്. അമ്മ കടിച്ചു വെച്ചേക്കണാണ് അമ്മയ്ക്ക്. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അതിഭയങ്കരമായ കാലുവേദന കൊണ്ട് അമ്മ നാൻസിനോട് ഇടി ഒന്ന് തിരുമിത്താടി. എനിക്കാണെങ്കിൽ കൈക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ വേദന ആയതുകൊണ്ട് ഞാൻ തിരുമാൻ നിന്നില്ല. നാൻസി തിരുമിയപ്പോൾ കിയാരെയും ഒരു കസേര എടുത്തോണ്ട് വന്നിട്ട് അപ്പുറത്തെ കാലെടുത്ത് വെച്ച് ഭയങ്കര തിരുമലാണ്, തിരുമലോട് തിരുമല. നിനക്ക് ഉറങ്ങാറായില്ലേ പെണ്ണേ? ഉറങ്ങാറായില്ലേ? സമയം എത്രയാണെന്നറിയാവോ? 12:30. കിയ ഇവിടെ കളിച്ച് നടക്കുവാണ് ഗൈസ്. ഉറക്കത്തില്ല മനുഷ്യന്. കളി കൂളത്തേ ഉള്ളു രാത്രിയില്. നമ്മൾ വർക്ക് എന്തോരായെന്ന് കാണാൻ വേണ്ടി വന്നേക്കുവാണ് ഗൈസ്. അങ്ങനെ വൈറ്റ് വാഷ് അടിച്ച പോലെ കയ്യിൽ ഇതൊക്കെ തൂക്കാൻ വന്നേക്കണം. ഇന്നലെ ഇത് തൂക്കാൻ മറന്നുപോയി, ഭയങ്കര കുറച്ചിലായിരുന്നു. അയ്യോ, നടക്കാനൊന്നും മേല. അമ്മച്ചിയേ, ഇതാണ് തേക്കാൻ പറ്റത്തില്ലേ? ഉരുകുവോ? നൈലോൺ ഉരുകുവാ? തേക്കണ്ട.
ഉറപ്പാണോ തയ്ക്കാൻ പറ്റത്തില്ലെന്ന്? പെണ്ണ് പറയുന്നുണ്ട് അത് ചെയ്തതിന്റെ വീഡിയോയുടെ അന്നത്രണ്ടെന്ന് കാണിച്ചു ഇത് കൊള്ളാൻ കണ്ടോ, ഇത് വൃത്തികേടില്ല. വൃത്തികേടില്ല ചേച്ചി. ഞാൻ അങ്ങനെ വെച്ച് തയ്ച്ചെന്ന് ചേച്ചി. അതല്ലേ ഇപ്പൊ മുൻകൂറെ കൊണ്ട് പറഞ്ഞേക്കാം. ഈ ത്രെഡ് കൊള്ളാം, ഇന്ന് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടല്ലോ ഇങ്ങനെ കാണാൻ പറ്റില്ല. മറ്റേത് ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാധാ തയ്ക്കുന്ന നൂല് തന്നെയായിരുന്നേ. ഇതുമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ആളും ഇതുപോലെ പ്രൊഫഷണലായി വരുന്നല്ലേ ഉള്ളൂ. അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ നാളായി വിചാരിക്കുന്ന ഒരു ബുക്ക് വാങ്ങണമെന്ന്, അളവുകളൊക്കെ എഴുതി വെക്കാൻ എപ്പോഴും മറന്നു പോകും പുറത്തിറങ്ങുമ്പോൾ. ഇപ്പം നാൻസി വാട്സാപ്പിൽ എനിക്ക് അയച്ചിടും ആൾക്കാരുടെ അളവുകൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടിയെ. ഈ ബുക്കിൽ എഴുതി വെക്കുമ്പോൾ നല്ലതാണല്ലോ. അങ്ങനെ ഒരെണ്ണം വാങ്ങാൻ വന്നതാ. ആ ബുക്കും കൂടെ തന്നേക്ക്. പല 5 രൂപയുടെ 10 രൂപയുടെ ചെറിയ ബുക്ക് ഉണ്ടാവും. 5 രൂപയുടെ ഇല്ല, 20 രൂപയുടെ ഉള്ള. അല്ല പണ്ട് ഈ 5 രൂപയുടെ ക്ലാസ്മേറ്റിന്റെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. 20 രൂപയുടെ ആണ്. എന്നാ 20 രൂപയുടെ ഒരു ബുക്കും കൂടെ തന്നേക്കും. ഇതും ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് തന്നെ. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ആ കുറച്ച് ഭാഗം എനിക്ക് അറിയാലോ. നമ്മൾ കട്ട് ചെയ്യുമ്പം പരക്കണേന് ഇപ്പുറത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച്. അത് തന്നെ. അത് കുറച്ച് ഈ നൂലിന്റെ ഈ ഒരു വശം കൊണ്ട് അത് ഇത്രയൊക്കെ കളഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ കളഞ്ഞാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ധന്യമാടത്തിന് എപ്പോൾ കണ്ടാലും അഴിക്കലാണല്ലോ. ഇതേ പാനലിന് ഒരെണ്ണം എക്സ്ട്രാ പിടിപ്പിക്കുമല്ലോ, അത് വേണ്ടായിരുന്നു. അത് വേണ്ടേ? പിന്നെ ഇതിനകത്ത് വെച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു ഒരെണ്ണം എക്സ്ട്രാ വേണ്ട, അത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞില്ല. പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പാനൽ കട്ടിൻ്റെ സ്കേർട്ടല്ലേ നമ്മൾ ഇതുവരെ തയ്ച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ നാളെ നാൻസി വിചാരിക്കുന്നു നമുക്കൊരു പാനൽ കട്ടിൻ്റെ ടോപ്പ് തയ്ക്കണമെന്ന്. പക്ഷേ ഇതുവരെ നടന്നില്ല. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഡ്രസ്സിൽ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഴിച്ചുപണിയൻ്റെയൊക്കെ വന്നു. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചേച്ചിക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് എംബ്രോയ്ഡറി ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ആൾ വന്നിട്ട് കേട്ടോ. കറക്റ്റായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിൽ ഇതേപോലെ ഒന്ന് കയറിയിരിക്കുന്ന പോലത്തെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഫിറ്റിംഗ് ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. ബാക്കിൽ കയറിയിരിക്കുന്നതുകൊണ്ട് നാൻസി ബാക്കിൽ അധികം അങ്ങോട്ട് കഴുത്ത് ഇറക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെൽവെറ്റിൻ്റെ ഡ്രസ്സില്ലേ, അതും എനിക്ക് പിന്നെ ഞാൻ സമയം കിട്ടുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തത്. പിന്നെ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ കുറച്ച് മുത്തുകളും നമ്മൾ ഈ എംബ്രോയ്ഡറി നമ്മുടെ ഫ്ലവർ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഗ്യാപ്പിലോട്ട് കയറ്റി ഞാൻ നിറച്ച് വെച്ചു. അത്രേ ഉള്ളൂ. ചെറിയൊരു ലൈൻ പോലെ കൊടുത്തുള്ളൂ കേട്ടോ. കുറച്ച് ത്രെഡിൻ്റെ ലീഫും കൊടുത്ത്. അങ്ങനെ നമ്മൾ അത് അവസാനിപ്പിച്ചു. ഇനി ഇത് വേഗം കൊറിയർ അയക്കണം. എത്ര ദിവസമായി കഴിഞ്ഞ് വെച്ചെന്ന് അറിയാമോ? ഇന്നെങ്കിലും നമുക്ക് കൊറിയർ അയക്കണം. മറന്നുപോയി. ഭയങ്കര തിരക്കായിട്ട് നമ്മളിങ്ങനെ പല വഴിക്ക് നടന്നങ്ങോട്ട് മറന്നു പോകും. അങ്ങനെ വൈകുന്നേരമായി. ജെസിമഗർ കറി വെക്കുകയാണ്. ഇതെന്താ മുളക് പൊടിയിട്ടില്ലേ? നമുക്ക് എന്നെ ചുമയാണ്. ഇന്നും നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഞണ്ട്. ഞാൻ ചന്തയിൽ പോയിട്ട് ഒന്നുമില്ല. അവിടെ ഇച്ചിരി അങ്ങോട്ട് ഇടും. കുരുമുളക് പൊടി ഇട്ടാ ഇത്ര വേണം. മുളക് ഇട്ടോ, എരിവ് വേണ്ടേ? അപ്പൊ ആകപ്പാടെ ഞണ്ടേ കിട്ടിയുള്ളൂ. ഞണ്ട് മേടിച്ചു. എന്തോ ഓക്കെ ഓക്കെ ഓക്കെ. ഗരം മസാല ചേർത്താ? ഇനി ഒന്നും ചേർക്കാനില്ല. മസാലയും ചേർത്തിട്ടുണ്ട്. പോരാത്ത പോലെ ഞണ്ടിട്ടിട്ട് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസമായി. ഇത് നമ്മുടെ ധന്യ ചേച്ചിക്ക് വേണ്ടി തയ്ച്ചൊരു ഡ്രസ്സാട്ടോ. അമ്മയും മോളും ഒരേപോലെ ഉത്സവം വരുന്നുണ്ട് അവർക്ക്. അന്നിടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അപ്പം നാൻസി അതെല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. തേച്ചിട്ടില്ലല്ലേ? ഇപ്പൊ തയ്ച്ചോണ്ട് വന്നോ തേക്കാനായിട്ട്. ഇവിടെ വർക്ക് ചെയ്യാലോ. ഇവിടെ മറ്റേ ആന്റിയുടെ അമേരിക്കൻ ആന്റിയുടെ വർക്ക്. പച്ചട ഇതെന്തോരം തുണിയുണ്ട്? 5 മീറ്റർ മുമ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് 5 മീറ്റർ ചെലവായി. ബാക്കിലൊരു ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അപ്പൊ ഇതിനെ മാച്ച് ചെയ്യണത് തുണി കിട്ടിയില്ല അല്ലേ? ഇല്ല, സാരി എടുത്തു. ചിത്ര സിൽക്കിന്റെ സാരി എടുത്തു. അതെത്ര രൂപ ചേച്ചി? അതിന് 390. അപ്പൊ അതായിരുന്നു ലാഭം.
തയ്ച്ച് കഴിഞ്ഞപ്പോൾ ബാക്ക് പീസ് ഇല്ല. ബാക്ക് പീസിന് വേണ്ടി പുള്ളിക്കാരി വന്നിട്ട് സെയിം നിറത്തിലുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് സാരി ആട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നത് അതിൻ്റെ മെയിൻ കാരണം നമ്മളൊരു കല്യാണ വർക്ക് എടുത്തിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇപ്പം. അത് അവരുടെ കല്യാണം കഴിഞ്ഞ് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അവരങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും അതാണ് മര്യാദയെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് അവരുടെ ലുക്ക് റിവീൽ ചെയ്യണമല്ലേ നല്ലത്. നമ്മുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അതിന് മുന്നേ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. ഇതുവരെ ചെയ്ത് നോക്കാത്ത കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ വഴി കാണിച്ചു തരാം. കല്യാണം കഴിയട്ടെ, ഉടനെ തന്നെ കഴിയും. മാർച്ച് 24 ഏതാണ്ടാണ്. അപ്പോൾ ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് രാത്രി. ഇത് നട്ടുച്ചയല്ല, രാത്രിയാണ്. ഞാൻ ആ സന്ധ്യ നേരത്ത് നാൻസി എന്നൊരു സംശയം കാണിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയി. ആ പോയ ഗ്യാപ്പിൽ കിയ കിടന്ന് ഒന്ന് ഉറങ്ങിക്കളഞ്ഞ്, ഒന്ന് മയങ്ങി, ചെറുതായിട്ടൊന്ന് മയങ്ങിയുള്ളൂ 8 മണിയായപ്പം. അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ. അന്ന് രാത്രി അവൾ ഉറങ്ങിയല്ലേ, വെളുപ്പിനാകും ഉറങ്ങുമ്പം. അതുകൊണ്ട് ഇവളെ ഞാൻ രാത്രിയിൽ സന്ധ്യയ്ക്ക് കിടത്താറേ ഇല്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നമ്മൾ വെളുപ്പാങ്കാലം വരെ ഇങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ട് നടന്നോളം കഴിച്ച് നമ്മൾ ഉറക്കത്തില്ല. ഇപ്പോൾ രാത്രിയാണ് ജേസൺ വരുന്നത്. സമയം 2:05. ഇവിടെ ഒരുത്തിക്ക് കിടന്നുറങ്ങാൻ സമയമായിട്ടില്ല. കിടന്നുറങ്ങിക്കേ വാവേ, കിടന്നുറങ്ങിക്കോട്ടാ. കണ്ണടച്ചുറങ്ങുവാ, വിലശ് നടക്കുവാന്നേ, വിലശ് നടക്കണം. 3 മണിക്കാണ് അവൾ കിടന്നുറങ്ങിയത്. എന്നിട്ട് നോക്കിക്കേ, രാവിലെ 10:45 അവൾക്ക് എണീക്കാൻ സമയമായില്ല. ഇങ്ങനെയാട്ടോ ഇവളുടെ പരിപാടി. ഉറങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാ. നോയിൻ്റെ സ്പെഷ്യൽ അത് കൂർക്കാക്കറി, മീൻ ചട്ടി, മീനില്ലാത്ത മീൻ ചട്ടി, മാങ്ങ മാത്രം. മീനൊന്നും ഇല്ലാതെയൊന്നുമില്ല. മീനൊക്കെ അതേ ഉണ്ട്. ദേ കണ്ട മീൻ, കണ്ട ദേ കണ്ട ദേ കണ്ട. ഞങ്ങൾക്കുള്ള മീനായി 3 മീൻ. രസം, മല്ലിയില ഇട്ട രസം. ചോറെല്ലാം കഴിച്ചിട്ട് നമ്മുടെ കല്യാണ വർക്കിൻ്റെ പരിപാടിയിലാട്ടോ. അതിൻ്റെ തിരക്കിൽ നടക്കുവാണ്. ഇവളെ മാനേജ് ചെയ്യാനാണ് കഴിച്ച് ഏറ്റവും വലിയ പാട്. എന്തൊക്കെയാണ് ഒപ്പിക്കേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഞാനാണ്, എനിക്ക് കുറച്ച് ബ്ലൗസൊക്കെ ഹെം ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇവൾ പൗഡർ പിടിച്ചുകൊണ്ടിരിക്കണം കണ്ട്. എന്നാൽ ഇത്രയും വൃത്തികേടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കിയ എന്ത് കോലാടി നീ കാണിക്കണത്. കുറച്ച് പാടെ അവള് എലിപ്പട്ടി അപ്പനോടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പൊങ്ങിയിരിക്കുമായിരുന്നു. അതിന്മേ ചെന്ന് തൊട്ട് അത് സാധനം കൈക്കിട്ടടിച്ച്. പിന്നെ കരയാണ്ട് നോക്കിക്കാ, മോഹം നോക്കിക്കേടി നീ. മീനല്ല, ഞാൻ മടുത്ത് ഇവളോട് പറഞ്ഞു. പുറകെ നടന്ന് മനുഷ്യൻ മടുത്ത് വയ്യ. എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കാൻ പറ്റുമോ അതൊക്കെ അവള് കാണിക്കും. പെങ്കൊച്ചാണ് ഒരു കുഴപ്പമില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചേച്ചിരുന്ന് പറയാനുണ്ടായിരുന്നത്. ഇതേപോലത്തെ ഒരു പെണ്ണാണെ ഉണ്ടല്ലോ. അവിടുന്ന് ഒരു വിധത്തിൽ വലിച്ച് ഞാൻ താഴത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ദൈവം രൂപത്തിൻ്റെ കയറിയിട്ട് അവിടുത്തെ മെഴുകുതിരി എടുക്കൽ, രൂപങ്ങൾ എടുക്കൽ, ഇതൊക്കെയാണ് പരിപാടി. ബിരിയാണി മേടിച്ചു കൊടുക്കടി. അല്ല, ഇതിന് 5 ചെലവ് ചെയ്യണം. ഏത് കടയിലോട്ടാ പോണ്ടെന്ന് പറഞ്ഞാ മതി. നാൻസിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. മാർച്ച് 18. അങ്ങനെ 26 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. പ്രായം പറയും ആൾക്കാർ ചോദിക്കും എത്രയായെന്ന്. വിചാരിക്കണത് ഒരു കൊച്ചിന്റെ അമ്മയാവാൻ ഉള്ള പ്രായമുണ്ട്. അത് അന്ന് പണ്ടേ കെട്ടിച്ചാലേതല്ലേ. മറ്റേ എന്റെ പ്രായമുള്ള എന്നയുടെ കൊച്ചു ഓടി കളിക്കണം. നഴ്സറി പോണ്. ഞങ്ങളുടെ പുതിയ പുസ്തകത്തിൽ എഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബുക്ക് വെച്ചുള്ള പരിപാടികളാണ്. അത് ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടല്ലേ. നിന്റെ പ്രായത്തിൽ കിയാര ഉണ്ട്. കിയാരയ്ക്ക് 1 വയസ്സായി കാണുമായിരിക്കും. ഇപ്പോഴും നടക്കിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏക്കാണ്ട് കൊച്ചു കള്ളി. ചേച്ചി പറയുമായിരുന്നു കിയാരക്ക് ഒരാളും കൂടെ വേണം വീട്ടായിട്ട്. ഞാൻ മറക്കണം. അതെ, എന്റെ പ്രസവ മുറി ഞാൻ മറക്കണം.
ഇതേ ഉടുപ്പിലാ കഴിഞ്ഞ വർഷത്തെ വീഡിയോ പറഞ്ഞിട്ട് വരണ്ടേ. ഇത് നാൻസിയുടെ ഫ്രണ്ട് നാൻസി അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് നാൻസിക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാമിലൊക്കെ കേക്ക് കൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിയാണ്. ആ ചേച്ചി വഴിയായിട്ട് കേക്ക് എത്തിച്ചതാണ് ഇവിടെ. ഇന്നൊരു ദിവസം അവൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ഭൂമിയിലല്ല അതെ ഈ നാട്ടിലുണ്ടെങ്കിൽ അവൻ വന്നിരിക്കും നാൻസിയെ കാണാൻ, ഡയറി മിൽക്ക് തരാൻ. ഓരോ വർഷം എൻ്റെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് സാധനങ്ങൾ മാറും. ഡയറി മിൽക്ക്, ജിലേബി, ഓറിയോ. ഇതാണ് ആ ഫ്രണ്ട്, അനന്തു എന്നാണ് പേര്. ആളെ ഇരട്ടയാണ് കേട്ടോ. 10ാം ക്ലാസ് ഇവർ ഒരുമിച്ച് പഠിച്ചതല്ല, ബാച്ച്മേറ്റ് ആയിരുന്നു. അന്ന് മുതലേ എല്ലാ ബർത്ത്ഡേക്കും അവനൊരു മിഠായി തരാണ്ട് പോവില്ല കേട്ടോ. നമുക്കൊന്നും ഇതുപോലെ മിഠായി കടത്തരാൻ ആരും ഇല്ലടേ, വേണമെങ്കിൽ തന്നെ വാങ്ങിച്ച് കഴിച്ചോണം, അത്രേ ഉള്ളൂ. ഇതൊരു നല്ലൊരു സുഹൃത്താണ്. എന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇഷ്ടം? തേങ്ങയും പരിപ്പും കൂടി വെക്കണം. എന്നാ വെച്ചോ. No, I am very tired. ഓയ്യോ, ഞാൻ വെക്കണം അല്ലേ മത്തങ്ങ പയറും അല്ല പരിപ്പും. Yes, yes. ഇംഗ്ലീഷേ പറയുള്ളൂ കുട്ടി. എനിക്ക് വയ്യ. ഇത് ഞാനത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് എല്ലാവർക്കും ഹോട്ടലിലോട്ട് പോകാം. വാ. അത് കൊള്ളാം, അത് കൊള്ളാം. ആരുടെ ചെലവാ? നിന്റെ ചെലവാണോ അതോ നാൻസിന്റെ ചെലവാണോ? ആരുടെ ചെലവല്ല, അമ്മയുടെ ചെലവ്. എവിടത്തെ ഭക്ഷണം കഴിക്കാനാ പോണം? എവിടത്തെ ഭക്ഷണം കഴിക്കാനാ പോണം? ധന്യ ചേച്ചിക്കൊക്കെ നോയിമ്പായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചിലവ് വേറൊരു ദിവസത്തേക്ക് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആൻസിക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പ് നോക്കാൻ വേണ്ടി ട്രെൻഡ്സിൽ വന്നതാണ്. ഞാൻ വൈക്കത്തുള്ള കടകൾ മുഴുവൻ തപ്പി ഒരിടത്ത് ഒന്നും കിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാ. വലിയ കുഴപ്പമില്ല, പക്ഷേ സൈസ് ഇതൊന്നും എടുത്താൽ ചെറുതൊന്നും എടുത്താൽ സ്മോള് ഇത് വലിയ കുഴപ്പമില്ല തോന്നണല്ലേ. അതാണ് അവിടെ വേറെ ഏതാ പറ്റിയത്? മുത്ത് വെച്ചിരിക്കുന്നു, സ്റ്റോൺ. ഇതാ ഇതാ നമുക്ക് പാർട്ടി വെയർ എടുത്താൽ അത് തിളക്കമുള്ളത്. ഈ ഒരു ടോപ്പ്, ഈ ഒരു പാവാട. വാവ്, അടിപൊളി. കൺഫ്യൂഷൻ ആണല്ലോ. കൺഫ്യൂഷൻ അല്ല, ഒന്നും ഇല്ല എടുക്കാൻ പാകത്തിന്. ഇതെന്തുവാ? അവക്കിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജെയ്സൺ വേറൊരു ടോപ്പ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഇത് വേണ്ട, എനിക്ക് വേറെ മതിയെന്ന് പറഞ്ഞ് ഞാൻ വേഗം ഓടിപ്പോയി എടുത്തതാട്ടോ ഇത്. എന്താണേലും പുള്ളി പറഞ്ഞില്ല, മനസ്സ് മാറാനേ മുന്നേ എടുത്തേക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഓസിന് എനിക്കൊരു ടോപ്പ് കിട്ടിയിരിക്കുകയാണ്. അത് ഇതാണ്. പിന്നെ ഞാൻ തിരിച്ച് വന്ന വഴിക്ക് നാൻസിക്ക് ഒരു ടോപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇല്ല, ഒന്നുമില്ല, ഒന്നൊരു ഭംഗിയുള്ള എന്തെങ്കിലും തോന്നിയല്ല നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ 2 ഐസ്ക്രീമെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. അവിടെ നമ്മുടെ റോഡ് പണി നടക്കുവാണ്, അതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അമ്മച്ചിയെ കോൺ ഐസ്ക്രീം തിന്നുവാ ഇല്ലേ? സംശയം ഉണ്ടായിരുന്നു കോൺ ഐസ്ക്രീം തിന്നുവാ ഇല്ലേ? ഇഷ്ടമല്ലേ? തന്നെ ഗൗൺ തൂക്കിയിട്ടേക്കാണ് ഭിത്തിയിൽ. മതി മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ചിട്ടി പിടിക്കാനുള്ള പ്രാക്ടീസിലാണ് ഗൈസ്. ഞാൻ സമയം 2:45 കഴിഞ്ഞ് 3 മണിക്ക് 2:45 3 മണിക്കാണ് ചിട്ടി. അതിന് മുന്നേ ഈ ചാള ഒന്ന് വറുത്ത് ഇച്ചിരി ചോറ് കഴിച്ചു വേണം പോകാനായിട്ട്. വിശന്നിട്ട് പാടില്ല. കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടി ചർച്ച ചെയ്തായിരുന്നു ഈ ചാളയ്ക്ക് എന്താണ് വലിപ്പം വെക്കാത്തതെന്ന്. അത് ഞങ്ങൾ ചർച്ച ചെയ്യണത് ന്യൂസുകാർ അറിഞ്ഞെന്നാണ് തോന്നണം. അവർ ചർച്ച ചെയ്യണുണ്ടായിരുന്നു ചാളയ്ക്ക് എന്താണ് ഇപ്പം വലിപ്പം വെക്കാത്ത. അയ്യാ പൊട്ടിത്തെറിച്ച്. നമ്മൾ ഈ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ചാള ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എണ്ണയിലും കൈ അറിയാണ്ട് മുങ്ങിപ്പോകും. എൻ്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വേലേ കണ്ടുവിടണം. അങ്ങനെ എന്നോട് വെക്കാൻ പറഞ്ഞ പരിപ്പും മത്തങ്ങ അമ്മ തന്നെ കറി വെച്ചു കേട്ടോ. നല്ല കറിയായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ വേഗം കഴിച്ചേച്ച് ചിട്ടി പിടിക്കാൻ പോയി. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. സമ്മാനം കാണിച്ചേ. എന്താണ് എൻ്റെ സമ്മാനം? ഇതെല്ലാം മിക്കവാറും തിരിച്ച് റിട്ടാൻ എല്ലാ കടകളിലും കൊണ്ടുപോയി മാറി മേടിക്കേണ്ടി വരും അവളുടെ പാകത്തിന്. സമ്മാനം കൊടുക്കും ആൻറ്റിക്ക്. ഹാപ്പി ബർത്ത്ഡേ പറ.
അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഇതാട്ടോ. നാൻസിനെ കാലിൽ ധൃതിക്ക് നിൽക്കുവാണ്. ഹിയാരെ ഇതൊന്ന് മുറിക്കാനായിട്ട് കപ്പ് കേക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓറിയൊക്കെയാണ് സൈഡിൽ കുത്തി വെച്ചേക്കുന്നത്. വേണ്ട കൊച്ചിന്റെ ക്ഷമ നശിച്ചത്. എന്നാ ഹാപ്പി ബർത്ത്ഡേ തേപ്പോട്ടി ഓണാണോ? ചൂട് തന്നെ ഉണ്ടല്ലോ. പിടിച്ചോ. ആ കുറിച്ചോട്ടെ ഞങ്ങള്. Happy birthday to you. Happy birthday to you. Happy birthday dear Nana. അപ്പൻ നാൻസിക്ക് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തേക്കണത്. കഴിഞ്ഞ ദിവസം കപ്പലണ്ടി റോസ്റ്റ് നല്ലതെന്ന് പറഞ്ഞോണ്ട് അത് ഇവിടെ വന്നപ്പോ മുതൽ നാൻസിന്റെ ബർത്ത്ഡേ എന്താന്ന് ചോദിച്ചിട്ട് നിക്കുവാ. ചോദിച്ചില്ല, ചോദിക്കണതിന് മുമ്പ് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു എന്റെ ബർത്ത്ഡേ മാർച്ച് അതിനെന്നാ വരുമോ സമാനമായിട്ട് വന്നാ മതിയില്ലേ. ബബിളി പ്ലാൻ ചെയ്തതായിരിക്കും. ചേച്ചി പറഞ്ഞു ബർത്ത്ഡേ ആണെന്ന്. ചേച്ചി ഇറങ്ങി പോയാ ദൈവം ഞാൻ അവിടെ പോയപ്പോ കാണാതിരിക്കാനല്ലേ പോയത്. പാവപ്പെട്ട ചേച്ചിക്കും കൂടെ ഒരു പണി കൊടുത്തല്ലേ. ഈശ്വര ഇത് എന്ത് ഫോട്ടോയാണാവോ? നാൻസിയുടെ രണ്ട് എന്താണ് വൈറലായ ബട്ടർഫ്ലൈ. ഇത് ഞാൻ കണ്ടതാ. ചേട്ടാ മേടിച്ചത് ഇത് മതിയോ? ഇങ്ങനെ പൊക്കി കാണിച്ച്. അല്ല കൂടത്തിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോയാണല്ലേ. നിങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ടാ? പറഞ്ഞില്ല. ഇനി ഞാൻ തപ്പി തിരഞ്ഞു പിടിച്ച് 2-3 ടോപ്പുകൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സമ്മാനം. ജീൻസ് ഇടാൻ പറ്റിയ കുട്ടി ടോപ്പുകളാട്ടോ. ഗൈസ് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ്. ഇത് രസമില്ല കാണാനായിട്ട്. ഒരു വെറൈറ്റി തോന്നിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. കുഴപ്പമില്ല അല്ലേ? ഭയങ്കര വിലയാണ് ഗൈസ്, ഭയങ്കര വില. ബാക്കിൽ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇത്ര ലൂസാ അല്ലേ? ഞാൻ ശരിക്കും ഇവക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. 2-3 ടോപ്പ് ഓർഡർ ചെയ്ത് സാധനം എല്ലാം ഡെലിവറി ഡേറ്റ് ഒക്കെ തലേ ദിവസം 17-ാം തീയതി വരുമെന്ന് പറഞ്ഞിരുന്ന സാധനം വന്നില്ല. അവർ റീഫണ്ട് ചെയ്ത് ഇങ്ങോട്ട് ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ചതിക്കപ്പെട്ടു. പിന്നെ ഞാനൊരു നെട്ടോട്ട് ഓടിയിട്ട് ഈ പരിസരത്തുള്ള എല്ലാ കടയിലും തപ്പി. സാധാരണ സ്വപ്നയിലൊക്കെ ചെല്ലുമ്പോൾ ക്യൂട്ട് ടോപ്പുകളൊക്കെ കാണുന്നതാട്ടോ. ഇത്തവണ ഒരു വഹ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം പോയി തിരിച്ച് മാറേണ്ടി വരുമെന്നാണ് ഞാൻ ഓർത്തത്. ഇതാണ് നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജെയ്സൺ നല്ലതാ, സൂപ്പറാ. ഈ ആണുങ്ങളുടെ കൂടെ കടയിൽ പോകാൻ ജെയ്സൻ്റെ കൂടെ പ്രത്യേകിച്ച് പോകാൻ പറ്റത്തില്ല കേട്ടോ. ആദ്യം കാണുന്നത് എടുത്തോട്ട് പോരേണ്ടി വരും. നോക്കാനുള്ള സമയം തരത്തില്ല. പിന്നെ നോക്കി ഞാൻ മൊത്തത്തിൽ എന്നാലും നോക്കി, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് തോന്നിയത് വാങ്ങിച്ചതാട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇത് ഇങ്ങനെ ഇടുന്നതിനേക്കാളും ഭംഗി ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് ഇടുന്നതാട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഇച്ചിരി ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് നമ്മുടെ മാർച്ച് 19 നമ്മുടെ ഔസേപ്യദാന മരണ തിരുനാളിന് എല്ലാ പള്ളികളും സദ്യ കാണും കേട്ടോ. പണ്ട് നാൻസിനെ പറ്റിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ പരിപാടി നടക്കണമെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കേക്ക് മുറിക്കാനോ മിഠായി മേടിക്കലോ ഒന്നും നടക്കുമല്ലോ. അവനവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനല്ലേ പറ്റുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് അനാവശ്യമായിട്ട് ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതും പറഞ്ഞ് നാൻസിനെ പറ്റിക്കുമായിരുന്നു കേട്ടോ അമ്മ. അങ്ങനെയായിരുന്നു വർഷങ്ങളോളം പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ, ഇവ വിവരം വെച്ച് പോയല്ലോ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു. ഇത് നമ്മുടെ പള്ളിയുടെ തന്നെ സ്കൂളാട്ടോ. സ്കൂളും കൂടി ഉണ്ട്. ഇവിടെയാണമ്മ 10-18 വർഷക്കാലം ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീടാണ് മുനിസിപ്പാലിറ്റിയിൽ എംപ്ലോയ്മെൻറ്റ് വഴിയായിട്ട് ജോലി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായ സ്കൂളിൻ്റെ പരിസരത്തോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.